ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബി എ ഹിന്ദി മേഡീസി. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ശരൺകുമാർ ലിംബാലയുടെ കഹാനിയായിട്ടുള്ള നാഗ് പീച്ച കർ രഹി ഹേ ആണ്. മറാഠി ദളിത് കവി, നോവലിസ്റ്റ്, കഥാകൃത്ത്, നിരൂപകൻ, എഡിറ്റർ എന്നീ നിലകളിൽ പ്രശസ്തനായ ശരൺകുമാർ ലിംബാലെ 1956 ജൂൺ 1 ജനിച്ചു. അദ്ദേഹത്തിൻ്റെ 2 കഥാസമാഹാരങ്ങൾ, 5 നോവലുകൾ, 3 അവലോകന പുസ്തകങ്ങൾ, 10-ലധികം എഡിറ്റ് ചെയ്ത പുസ്തകങ്ങൾ എന്നിവ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃതികൾ വിവിധ ഇന്ത്യൻ ഭാഷകളിലേക്കും ഇംഗ്ലീഷിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അക്കർ മാഷി എന്ന ആത്മകഥയിലൂടെ അദ്ദേഹം ഇന്ത്യയിലുടനീളം പ്രശസ്തനായി. നാഗ് പീച്ച കർ രഹി ഹേ എന്ന കഥയിലൂടെ ശരൺകുമാർ ലിംബാലെ സമൂഹത്തിൽ നിലനിൽക്കുന്ന തൊട്ടുകൂടായ്മയെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. ഈ കഥയിൽ അദ്ദേഹം ഇരട്ട മാനസികാവസ്ഥ അവതരിപ്പിച്ചു. ഒന്നാമത്തേത് സമൂഹത്തിലെ ഉയർന്ന ജാതിക്കാർക്ക് ദളിതരോടുള്ള തൊട്ടുകൂടായ്മ. എന്നാൽ രാഷ്ട്രീയത്തിൽ അവർ പരാജയപ്പെടുമ്പോൾ ആരുടെയും ജീവനോ സ്വത്തോ നഷ്ടപ്പെടുന്നത് പോലും അവരുടെ കണ്ണിൽ പ്രശ്നമല്ല. ഈ കഥയിൽ പട്ടേലിൻ്റെ ഗ്രാമം സംവരണം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ സേവകനായ കോഡിയയെ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നു. ഇത്തവണ കോഡിയ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് ബാപ്പു വാഗ്ദാനം ചെയ്തു. രാഷ്ട്രീയത്തിൽ ബാപ്പുവിൻ്റെ വാക്കുകളെ എല്ലാവരും മാനിക്കുന്നു. 5 ഗ്രാമങ്ങളിലെ ആളുകൾ ബാപ്പുജിയെ ദൈവമായി കണക്കാക്കുന്നു. ഒരു കഴുതയെ തിരഞ്ഞെടുക്കണമെന്ന് ബാപ്പു പറഞ്ഞാൽ ആളുകൾ കഴുതയ്ക്ക് വോട്ട് ചെയ്യും. കോഡിയയെ തിരഞ്ഞെടുക്കാൻ ബാപ്പു തീരുമാനിക്കുന്നു. കോഡിയ എല്ലാത്തിനും സമ്മതമൂളുന്ന ഒരാളാണ്. തിരഞ്ഞെടുപ്പിനുള്ള പണവും അദ്ദേഹത്തിന് നൽകുന്നു. കോഡിയയുടെ അപേക്ഷാ ഫോം പൂരിപ്പിക്കാൻ ബാപ്പു തീരുമാനിച്ചു. എന്നാൽ കോഡിയയുടെ മകനായ ദൗല്യ വിദ്യാഭ്യാസം ഉള്ളവനാണെന്നും തിരഞ്ഞെടുപ്പിന് അപേക്ഷിക്കുന്നുണ്ടെന്ന് പട്ടേൽ അറിഞ്ഞപ്പോൾ ഈ കാര്യം അദ്ദേഹത്തിൻ്റെ തൊണ്ടയിൽ ഒരു മുള്ള് പോലെ കുത്തി. വിദ്യാഭ്യാസം മൂലം ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള കഴിവ് ദൗല്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെന്ന് പട്ടേലിന് നന്നായി അറിയാം. പട്ടേലിൻ്റെ ആഗ്രഹപ്രകാരമല്ല, മറിച്ച് വിവേകപൂർണമായിരിക്കും ദൗല്യ രാഷ്ട്രീയത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് പട്ടേൽ കോഡിയയുടെ മകൻ ദൗല്യയെ കൊല്ലുന്നത്. കോഡിയയ്ക്ക് എഴുതാനും വായിക്കാനും അറിയത്തില്ല. വർഷങ്ങളായി പട്ടേലിനെ സേവിക്കുന്നു. പട്ടേൽ തന്നെക്കുറിച്ച് മോശമായി സംസാരിക്കില്ലെന്ന് കോഡിയ വിശ്വസിച്ചു. ഇക്കാരണത്താൽ അദ്ദേഹത്തിന് പട്ടേലിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. പക്ഷേ ഈ വിശ്വാസം മകൻ്റെ മരണത്തോടെ അവസാനിച്ചു. ശരൺകുമാർ ലിംബാലയുടെ കഹാനിയായിട്ടുള്ള നാഗ് പീച്ച കർ രഹി ഹേ പാമ്പിൻ്റെ കണ്ണുകൾ പ്രതികാരത്തിനായി കുറ്റവാളികളെ പിന്തുടരുന്ന രീതി പോലെ ദൗല്യയുടെ ബാല്യകാല സുഹൃത്ത് ദൗല്യയുടെ ഭാര്യയുടെ കണ്ണുകൾ കാണുമ്പോൾ ഭയപ്പെടുന്നു. ഈ കണ്ണുകൾ അയാളോട് ക്ഷമിക്കില്ലെന്ന് അയാൾക്ക് തോന്നുന്നു. വിഷമുള്ള കറുത്ത പാമ്പിൻ്റെ കണ്ണുകൾ കോടതിയുടെ മതിലിനെ പിന്തുടരുന്നു. പാമ്പ് പല്ലില്ലാത്തതായി മാറുന്നു തുടങ്ങിയ പ്രതീകാത്മക വാക്യങ്ങളുടെ പ്രയോഗം കഥയുടെ ഒരു ഭാഷാപരമായ പ്രത്യേകതയാണ്. ഈ കഥയിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗങ്ങൾ കഥയുടെ അടിസ്ഥാന ആശയം വെളിപ്പെടുത്തുന്നു. കോടതിയിൽ പണത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് നീതി വാങ്ങുകയും അന്യായം ചെയ്യപ്പെടുന്നയാൾ ആ ധനികരുടെ മുന്നിൽ ഒരു ബലിയാടായി കാണപ്പെടുകയും ചെയ്യുന്നു. അല്ലാത്ത പക്ഷം അയാൾക്ക് അനീതിക്കെതിരെ പോരാടാനുള്ള ശക്തി നഷ്ടപ്പെടുന്നു.